ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നിനക്കറിയാം, നമ്മളിപ്പോൾ 2 ആഴ്ചത്തോളമായി ലൈവ് ഒന്നും ചെയ്യാത്ത വേറൊന്നുമല്ല. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു പണി കിട്ടി. എട്ടിൻ്റെ പണി. അതും ന്യൂ ഇയറിൻ്റെ അന്ന്. നമ്മുടെ പുതിയൊരു വർഷം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ 8ന്റെ പണിയോട് കൂടിയാണ്. ഭയങ്കര വിഷമകരമായ ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു പണി. അത് നമ്മളെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇനി ചെയ്യുന്നവരും കൂടി അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള വീഡിയോ നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്തത് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനോട് കൂടിയാണ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രേഷനൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും നമ്മുടെ 3 പേരുടെ കുട്ടികളും എല്ലാവരും ആകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാകുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറും കോഴിക്കറി പെട്ടെന്ന് തീരുമാനമാക്കി നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാന്ന്. അപ്പോൾ അത് നമുക്കൊരു ലൈവ് പോലെ നമുക്ക് ചെയ്യാന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവർക്കൊക്കെ അറിയാലോ, പിള്ളേർക്ക് ക്യാമറയും ഫോൺ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഉണ്ടാക്കുന്ന തിരക്കിലും അവരായിരുന്നു ക്യാമറ പിടിച്ചത്. നമ്മളുണ്ടായിരുന്നു ഒന്നിച്ച് തന്നെ മുഴുവനായിട്ട്. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായത്, നമ്മളും കുട്ടികളും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതായാലും ക്യാമറ എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന പോലെ തന്നെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നോർമലായിട്ട് തന്നെ. കുറെ വീഡിയോസ് ഒക്കെ അതിന്റെ ഇടയിൽ നമ്മൾ ലൈവ് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാവുന്ന സമയത്ത് നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് കുറെ പേര് പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നില്ല. ഒരുപാട് അന്ന് എനിക്ക് എത്രയാന്ന് ഓർമ്മയില്ല, നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന്. അന്നേരം സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലൈവ് ചെയ്യുന്നതിനിടയിൽ ഡിസ്കണക്ട് ആയിട്ട് പോയിട്ട് വീണ്ടും വരിക ചെയ്തത്. അങ്ങനെ 2-3 പ്രാവശ്യമായി. അങ്ങനെ 3-4 തവണ നമ്മൾ ലൈവ് ചെയ്തിരുന്നു. ഒരുപാട് ലൈവ് ഉണ്ടായിരുന്നു ഞങ്ങളത്. നല്ല വ്യൂസും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ്, കമന്റ്, നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് സെക്ഷൻ തന്നെ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ നല്ല കമന്റ് ഒക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ ആയാലും മറ്റു കമന്റ്സ് ആയാലും. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസ്കണക്ട് ആയിട്ട് വീണ്ടും വരിക ചെയ്തത്. അതേസമയം നമ്മൾ പണിയുടെ തിരക്കിലാണ്. നമ്മൾ 3 പേരും ഒരാൾ ചോറ് കറി അങ്ങനെ അതിന് മുറിക്കാനും അറിയാലോ, ഒരു പണിയുടെ തിരക്കിൽ. അങ്ങനെ ആ തിരക്ക് നമ്മുടെ ആകുന്ന സമയത്ത് ഈ പറഞ്ഞ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവരാണ് വീഡിയോ ഒക്കെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ വീഡിയോ ക്യാമറമാനൊക്കെ അവർ തന്നെയാണ്. അവർ അതിൻ്റെ ഇടയിൽ ലൈവല്ലേ, അപ്പം ബോറടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇൻട്രാക്ഷനൊക്കെ അവർക്ക്, കുട്ടികളല്ലേ, അവർ ലൈവ് ഇൻട്രാക്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അവരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ നമ്മുടെ പണിയിൽ മുഴുകി. അങ്ങനെ വീഡിയോ കട്ടാവുന്ന ഇടക്ക് ഡിസ്കണക്റ്റ് ആവുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ആവുന്നു. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ അറിയാലോ, നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കറി അല്ലെങ്കിൽ ചോറ് അടിക്ക് പിടിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം നമ്മുടെ ചോറും കറിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മൾ അവസാനം ഇല പറിക്കാൻ വേണ്ടി തോട്ടത്തിൽ പോയ അവിടെയാണ് നമുക്ക് പണി കിട്ടിയത്. ഇല പറിക്കാൻ വേണ്ടി തോട്ടത്തിൽ പോകുന്ന സമയത്ത് സൗണ്ട് ഇല്ലാത്തത് കാരണം വീണ്ടും നമ്മൾ ലൈവിൽ വരികയായിരുന്നു. അപ്പം ഇല മുറിക്കുന്ന സമയത്ത് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദിയാണ് വീഡിയോ പിടിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ദിയ എന്നിട്ട് വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ദിയ കുറേ കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മോളെ എവിടെയാണ് പഠിക്കുന്നത്, മോളെ പേരെന്താന്നൊക്കെ ഉണ്ട്. ഒരുപാട് ഇൻട്രാക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോളോട് പറയുന്നുണ്ട്, ദിയോട് ആരാന്നല്ല പേര് ഓർക്കുന്നില്ല, കമൻറ്റിൽ വരുന്നുണ്ട്, മോളെ കുട്ടികളെങ്ങനെ ഫോൺ എടുത്ത് ലൈവിൽ വരരുത്, കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്ന കമൻറ്റ് ദിയ എന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദിയ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദിയ പറയുന്നുണ്ട്, ഇത് എൻ്റെ മേമിയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ മേമിയാണ് ചെയ്യുന്നുള്ളത്. അപ്പം മേമ ഇല പറിക്കുന്നത് കൊണ്ട് ഞാനാണ് വീഡിയോ പിടിച്ചത്, അവർ പണിയെടുക്കുന്നതുകൊണ്ട് ഞാനാണ് എടുക്കുന്നുള്ളതെന്നുള്ള ദിയ പറയുന്നുണ്ട്. എന്നിട്ടൊരു 1-2 മിനിറ്റ് അത്ര സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വീഡിയോ കട്ടാവുകയാണ് ചെയ്തത്. ലൈവ് സെഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി. അപ്പോൾ എന്താ സംഭവം എന്നറിയാണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലായില്ല, എന്താ പറ്റിയെന്ന് നമുക്ക് മനസ്സിലായില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് വരെ നമ്മൾക്ക് ലൈവിൽ നമ്മളും ഉണ്ടായിരുന്നു. നമ്മളെ ഫേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിൽ നിന്ന് എല്ലാം പറയുന്നുണ്ട്. ഇന്നതൊക്കെ തേങ്ങ പറിക്കുന്നത് അടക്കം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ ചേർത്തു, എങ്ങനെയാ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട്. ആ ഇല മുറിക്കുന്ന ആ ഒരു ലൈവിൽ മാത്രം ഞങ്ങളെ ഫേസ് നമ്മൾ കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആണ് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോയി. പെട്ടെന്ന് ഡിസ്കണക്ട് ആയപ്പോൾ നമുക്കും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ദിയ എന്നോട് വന്ന് പറയുന്നത്, ഇങ്ങനെ പിന്നെ കമന്റ് വന്നിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും മെയിൽ വന്നു നമുക്ക്. അപ്പം തന്നെ 13 വയസ്സ്, ഇപ്പോൾ 16 വയസ്സും മറ്റുമായി, 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പിന്നെ ലൈവ് ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈവ് ഡിസേബിൾ ആക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ ആ വീഡിയോ റിമൂവ് ചെയ്തു. യൂട്യൂബ് നമ്മുടെ ഒരു വീഡിയോ റിമൂവ് ചെയ്തു.
അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ഒരുപാട് ലൈവ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. കാരണം അതിലെവിടെയെങ്കിലും നമ്മൾ പിന്നെ ഫേസ് ഇല്ലാതെ ആയി ഇനി ഫ്യൂച്ചറിൽ അതൊരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ മൊത്തമായിട്ട് ഡിലീറ്റ് ആക്കിയാണ് ചെയ്തത്. അന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്ത എല്ലാ വീഡിയോസും നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങൾക്കത്. കാരണം എന്താണെന്നറിയില്ല, ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ചാനൽ തുടങ്ങിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അത്യാവശ്യം സബ് കയറ്റി 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക, വാച്ച് അവർ 4000 അവേഴ്സ് ആക്കുക, ഇതൊക്കെ ഒത്തിരി റിസ്ക് എടുത്ത് ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇതിന് പിന്നിൽ, ഒത്തിരി എഫേർട്ട് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക, എങ്ങനെയെങ്കിലും നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഡോളർ കയറുക, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ പുതിയൊരു വർഷം പുതിയൊരു ആശയമായിട്ട് നമ്മളിങ്ങനെ വന്നത്. പക്ഷെ എന്തു പറഞ്ഞാൽ അന്ന് നമുക്ക് നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്. അതിനുശേഷം നമുക്ക് ഇപ്പൊ ലൈവ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതിനെ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസേബിൾ ആണെന്നാണ് പറയുന്നത്. 7 to 40 days വരെ ആണെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ 14 days ആയി, ഇപ്പോഴും ഞങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ വിഷമത്തിലാണ്. നമ്മൾ ഇന്ന് കുണ്ടംകുഴിയൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള അമ്പലത്തിലുള്ള വീഡിയോസ് ഒക്കെ വളരെ നമുക്ക് ആൾക്കാർ വ്യൂസ് വരുന്നതാണ്. ലൈവിലൊക്കെ അത്യാവശ്യം വ്യൂസ്. കാരണം നമ്മളെ കാനത്തൂർ ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരുപാട് കമന്റ്സും ഒരുപാട് ഇതൊക്കെ വന്നതാണ്. നമുക്ക് അതിന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്നേക്കാണ് അതിന്റെ ബാനിങ് കഴിയുന്നത്. പക്ഷെ ഇന്ന് പോയി നോക്കി അവിടെ നിന്ന് ലൈവ് എടുക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഇപ്പോഴും അത് ഡിസേബിൾ ആയിട്ട് തന്നെ ഇരിക്കുക. അത് കുറുംബിസ് വേൾഡ്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, കുറുംബിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അവരായിരുന്നു അന്ന് പറഞ്ഞത് 7 to 14 days വരെ ഉണ്ടാവാം. അപ്പോൾ ഇന്ന് അവരോട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അവർക്ക് മറന്നതാവാം മേ ബി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോവാം. അപ്പീൽ പോയാൽ 2 ദിവസത്തിനുള്ളിൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇനി വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. 13 വയസ്സല്ലേടാ പറഞ്ഞത്, ഇപ്പൊ 16 ആയി തോന്നുന്നു. അപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മൾ അവരെ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യിക്കാണ്ടിരിക്കാം. ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കാണിക്കുക. നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് നമ്മുടെ ഫേസോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടോ നമ്മൾ കാണിക്കുക. കുട്ടികളെ തന്നെ ആയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് ഒരുപാട് ലൈവ് കിട്ടേണ്ട ഒരു സമയമാണ്. പക്ഷെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ലൈവ് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് കിട്ടിയത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെയിൽ വന്നായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ അവർ റിമൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിന്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിലും കൂടി നമുക്ക് വന്നായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ആരാണ് യൂസ് ചെയ്യുന്നത്, അവർ 13 വയസ്സിന് മേലെയുള്ള ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യണം. ഫോട്ടോ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഓക്കെ ഇത് യൂസ് ചെയ്യാൻ മാത്രം ആളായി എന്നുള്ള വെരിഫിക്കേഷൻ അവിടെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അതെനിക്ക് തോന്നുന്നു എത്ര മണിക്കൂർ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് മുഴുവനായിട്ടും പോവും. ഗൂഗിൾ അക്കൗണ്ട് പോയാൽ അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം ബുദ്ധിമുട്ടാവും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ലൈസൻസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വെരിഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഒന്നും ആയിട്ടില്ല, അതിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോസ് ചെയ്യാം, ഷോർട്സ് ചെയ്യാം, അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ലൈവിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കുട്ടികളെ മാത്രം കാണിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രശ്നം. നമുക്ക് വേണമെങ്കിൽ അതേ സമയത്ത് നമുക്ക് അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അപ്പീൽ പോകാനുള്ള ഇതില്ല, റൈറ്റ്സ് ഇല്ല. കാരണം നമ്മളെ ഇതിൽ കംപ്ലീറ്റ്ലി കുട്ടികളെ കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ട്, യൂട്യൂബിന് വന്ന തെറ്റല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും യൂട്യൂബിന്റെ പോളിസീസ് ഒക്കെ അനുസരിച്ച് തന്നെ വീഡിയോസ് ചെയ്യുക. അപ്പോൾ പോളിസി നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലൈവ് സെഷനിലും അല്ലാത്ത കാര്യങ്ങളിലും ഒന്ന് നോട്ട് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതിനോട് പുതിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പണി കിട്ടിയ പിന്നെ മെല്ലെ മെല്ലെ ഓരോന്ന് അറിയുന്നു. നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മുൻകരുതലായിട്ട് നിങ്ങളോട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള ഒരു അബദ്ധം നിങ്ങൾക്ക് വരരുത്. ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് എത്രത്തോളം വിഷമകരമായി എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയാണ്. അപ്പം ഇനി ലൈവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് യൂട്യൂബിന്റെ പോളിസീസ് അനുസരിച്ച് തന്നെ ചെയ്യുക. അവരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ.